ഹലോ ഗായ്സ്, കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വയ്യായിരുന്നു. അപ്പം ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് ഗായ്സ്. പ്രോഗ്രാം അല്ലേ ചേട്ടാ? ഓക്കെ, ഇന്ന് പ്രോഗ്രാം ഉണ്ട്. അപ്പം നമ്മൾ 2 പേരും കൂടി പ്രോഗ്രാമിന് പോവുകയാണ് ഗൈസ്. മേക്കപ്പ് ഒക്കെ ഡാൻസ് ക്ലാസ്സിൽ. ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുവാണ്. സോ ഇനി നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോകണം, മേക്കപ്പ് ഇടണം, മെയിൻ ആവണം. കുഴപ്പമില്ല, വെയിറ്റില്ല, ഒട്ടും വെയിറ്റില്ല. Seat belt. ഓക്കെ, അങ്ങനെ എത്തിയിരിക്കുന്നു. ചേട്ടാ വണ്ടി അവിടെ ഇട്ടിട്ട് വരുമോ? ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കയറി വന്ന പോലെ തന്നെ ഒന്നുകൂടെ ഇറങ്ങിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ലോഡ് എടുക്കാനുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടിയുള്ള തന്നെ നമ്മുടെ ഈ ക്രൗണ്, പിന്നെ ഹെയർ, ആ സംഭവമൊക്കെ ഈ കവറിനകത്താണ്. അങ്ങനെ അതെല്ലാം നമ്മൾ പോയി പറക്കിക്കൊണ്ട് വന്നു ഗൈസ്. ചിരി. ഈ മേക്കപ്പിൻ്റെ ബേസ് ഇടുമ്പം ആരായാലും ഒരു പുട്ടിയടിച്ച ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം കാണുമ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോകും. അത് വലിയ സീനൊന്നുമില്ല. പിന്നെ ഐബ്രോയും പിന്നെ ഐഷാഡോ, ഐലൈനറൊക്കെ വരച്ചൊക്കെ വരുമ്പോഴത്തേക്കും സംഭവം വലിയ കുഴപ്പമൊന്നും ആവില്ല. എനിക്ക് എന്നത്തെയും പോലെ രഞ്ജിത്ത് മാഷ് എന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. എന്നെ അരങ്ങേറ്റം മുതലേ ഈ മാഷാണ് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ബ്ലഷും പൊട്ടും കൂടി ഇട്ടപ്പോൾ മേക്കപ്പ് ശുഭമായി. മേക്കപ്പ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് കുറച്ച് പേടിയുള്ളത്. കാരണം ഈ കമ്മലിടണത്, എനിക്ക് ഈ കമ്മലിടുന്നത് ഭയങ്കര ട്രോമയാണ്. കാരണം എൻ്റെ ഈ ചെവിയിലുള്ള ഹോളില്ലേ ഭയങ്കര ചെറുതാണ്. പക്ഷെ ആ കമ്മൽ നിങ്ങൾ കാണണം, സ്ക്രൂ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ചെറിയ ഹോളിലേക്ക് എൻ്റെ കമ്മലിടുമ്പോൾ ഭയങ്കര വേദനയും കരച്ചിലുമാണ്. അങ്ങനെ വേദന സഹിച്ചിരുന്ന കമ്മലിട്ട് അങ്ങനെ ഹെയറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് ഇട്ടിട്ട് ഐലാഷസ്, മൂക്കുത്തി, ലിപ്സ്റ്റിക്ക്, ഇത്രയും കാര്യങ്ങളും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മേക്കപ്പും എല്ലാ കാര്യങ്ങളും സെറ്റാവും ഗൈസ്. അമ്മ ഭംഗിയല്ലേ വൈക? ഒന്നും തോന്നല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. വരയിട്ടു ഗൈസ്. ഇങ്ങനെ നമ്മളൊക്കെ റെഡി ആയപ്പോഴാണ് ചേട്ടൻ മേക്കപ്പിന് കയറിയത്. അതെപ്പോഴും അങ്ങനെയാണ്, വലിയ അതിശയമൊന്നുമില്ല. അങ്ങനെ അവരൊക്കെ ബസ്സിലാണ് അമ്പലത്തിലേക്ക് പോയത്. പക്ഷെ നമ്മൾ കാറിലാണ് ഗൈസ് പോയത്. ചേട്ടനാണ് ഡ്രൈവർ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോയി നമ്മുടെ പ്രോഗ്രാം തുടങ്ങി. എന്നത്തെ പോലെ നമ്മുടെ ഡാൻസ് ടീച്ചർ തന്നെയാണ് ഗണപതി സ്തുതി വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കയറി, നമുക്കൊരു പുതിയ നാഗവലിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് നിന്നത്, ടെൻഷൻ കൊണ്ടല്ല നമ്മൾ നിന്നത്. എക്സൈറ്റ്മെന്റ് കൊണ്ട് കയറി കളിച്ച് എന്നെ അഭിപ്രായമായിരുന്നു അറിയാമോ. നമ്മൾ കിടിലുമായിട്ട് പ്രാന്തെടുത്ത് കളിച്ച് സെറ്റാക്കി ഗൈസ്. എന്തായാലും ആകേണ്ടൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, ഈ പ്രോഗ്രാം പെട്ടെന്ന് തീർന്നു പോയെന്ന്. അങ്ങനെ എന്തായാലും ആ പ്രോഗ്രാം കഴിഞ്ഞു, ആ ഒരു ദിവസവും കഴിഞ്ഞു. ആൻഡ് ഞാൻ വീട്ടിൽ എത്തി ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ലൈക്ക് ചെയ്യുക.